ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ജാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. 3 സംസ്ഥാനങ്ങളിലും നാളെ മുതൽ ആരംഭിക്കുന്ന സന്ദർശനത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ. 6 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ നാളെ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. സമഭാവനയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസസ്ഥലത്തും ഗൃഹാതുര സ്മരണകളോടെ നാളെ തിരുവോണം ആഘോഷിക്കും. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ കാലദേശ സീമകൾക്ക് അതീതമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി. സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞതാകട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖരും. ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായ ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സന്ദേശം ലോകമെങ്ങും എത്തട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിച്ച സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഈ ഓണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാളികൾ ഏറെയുള്ള യുഎഇയിലും ഓണാഘോഷങ്ങൾ സജീവം. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള തനിമ വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകളിലും മറ്റ് പൊതുയിടങ്ങളിലും പൂക്കളം ഒരുങ്ങി. പായസമേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചതായി മന്ത്രി ജി.ആർ. അനിൽ. ഉത്രാടദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ 16 കോടി രൂപയുടെ വിൽപ്പന ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നു. അർഹരായ 92% റേഷൻ കാർഡ് ഉടമകളും സൌജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഉത്രാട സദ്യ നടന്നു. തിരുവോണദിനമായ നാളെ രാവിലെ 5-ന് നട തുറക്കും. നാളെ ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയായി ഓണസദ്യ നടക്കും. പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നും പുറപ്പെട്ടു. തിരുവോണനാളായ നാളെ പുലർച്ചെ തോണി ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തും. തിരുവനന്തപുരം വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കർഷക സമൃദ്ധി കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പുറത്തുനിന്നുള്ള തുഴച്ചിലുകാരെ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ഈ മാസം 18-ന് നടക്കുന്ന ആറന്മുള ജലമേളയിൽ 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തോടുകൂടി ജലമേള ആരംഭിക്കും. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് രാജ്യം വിട നൽകി. ഭൌതികദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി 2 ഗോളുകളും നേടിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:52-നാണ് മത്സരം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 85 റൺസ് വിജയലക്ഷ്യം 17.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ തൃശൂർ മറികടക്കുകയായിരുന്നു. എല്ലാ ഭാഷകളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ഒരു രാജ്യം സൃഷ്ടിക്കാനാവുകയുള്ളൂവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഹിന്ദി ഭാഷ അഭൂതപൂർവമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഹിന്ദിയും മറ്റു ഭാഷകളും പരസ്പര പൂരകമായതിനാൽ അവ തമ്മിൽ മത്സരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ എന്നിവർക്ക് ഗോതമ്പ് സ്റ്റോക്ക് കൈവശം വയ്ക്കുന്നതിനുള്ള പരിധി കേന്ദ്രം പുതുക്കി നിശ്ചയിച്ചു. 2000 മെട്രിക് ടണ്ണാണ് പുതുക്കിയ സ്റ്റോക്ക് പരിധി. നേരത്തെ ഇത് 3000 മെട്രിക് ടണ്ണായിരുന്നു. ഉള്ളിയുടെ കയറ്റുമതി തീരുവ 40%-ൽ നിന്ന് 20%-ആയി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിലൂടെ ഉള്ളി കയറ്റുമതി വർദ്ധിക്കുമെന്നും ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മികച്ച വില ലഭിക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നവാഗത സിനിമാ പ്രതിഭകൾക്കായി പ്രത്യേക വിഭാഗം ഒരുക്കും. ഈ വിഭാഗത്തിലുള്ള മികച്ച 5 ചിത്രങ്ങളായിരിക്കും തിരഞ്ഞെടുത്ത് പ്രദർശിപ്പിക്കുക. ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത ശനിയാഴ്ച നടക്കും. 38 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 17 ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് ശ്രീലങ്കയിലുള്ളത്. ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ച ദൂരദർശൻ പ്രവർത്തനമാരംഭിച്ചിട്ട് നാളെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു.
1959 സെപ്റ്റംബർ 15-ന് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ് ആദ്യ സംപ്രേക്ഷണം ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.